നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. ഞാനിവിടെ സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു വാക്വം ക്ലീനർ ആണ്. വാക്വം ക്ലീനർ കണ്ടിട്ട് ഒരു ചെറിയ ബാഗ് പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോയ് പോലെ ഇരിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ സംഭവം പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്വം ക്ലീനർ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്വം ക്ലീനർ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ, തിരിച്ചു വെക്കാം. കളർഫുൾ ആണ്, കണ്ട, നല്ല ലുക്ക് ഒക്കെ ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണിത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാക്വം ക്ലീനർ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊരു സ്റ്റിക്ക് വാക്വം ക്ലീനർ ആണ്. വയർലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്വം ക്ലീനർ ആണ്. ഇതൊരു വയർഡ് ആയിട്ടുള്ള വാക്വം ക്ലീനർ ആണ്. വയർ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ കൂടെ എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണണേ, സ്കിപ്പ് ചെയ്ത് പോകരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. പിന്നെ ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ല വിലക്കുറവില് ഏറ്റവും അടിപൊളി ഡീലിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എനിക്കൊരു ചാനലുണ്ട്. ആ ചാനലിന്റെ അതിൽ ഇതേപോലെയുള്ള എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീലുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറക്കാതെ ആ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് നേരെ ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. 1400 വാട്ട്സിന്റെ 24 kPa സക്ഷൻ പവർ ഉള്ള വാക്വം ക്ലീനർ ആണിത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടമാണെന്ന് തോന്നും. ആ രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. രണ്ട് സൈഡിലും വലിയ വീലുകൾ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഇതിന്റെ താഴെയായിട്ട് ഒരു ചെറിയ വീല് നൽകിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വലിച്ചുകൊണ്ട് നടന്ന് സെക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബിൽഡ് ആണ്, പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഒരെണ്ണം പവർ സ്വിച്ച് ആണ്. പവർ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സ്വിച്ച് പവർ കേബിൾ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ആണ്. അതായത് ഇതിന്റെ പവർ കേബിൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിനുള്ളിലായിട്ടാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കേബിൾ വലിച്ച് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ കേബിൾ ഇതിനുള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾ മൊത്തം വീണ്ടും മെഷീനുള്ളിൽ പോയിട്ട് ചുറ്റിക്കോളും. ഇത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു വാക്വം ക്ലീനറിൽ. കാരണം എന്റെ വയർഡ് ആയിട്ടുള്ള 1-2 വാക്വം ക്ലീനറുകൾ നേരത്തെ ഉണ്ട്. ആ വാക്വം ക്ലീനറിലൊക്കെ ഇല്ലാത്ത ഒരു ഫീച്ചറാണിത്. അതായത് കേബിൾ ഇതിനുള്ളിൽ തന്നെ ഹൈഡ് ആയിട്ടിരുന്നോളും, അത് ചുറ്റിക്കൊണ്ട് നമുക്ക് നടക്കേണ്ട കാര്യമില്ല. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട്. ഹാൻഡിലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ടാങ്ക് നൽകിയിട്ടുള്ളത്. 1.5 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഇപ്പൊ ഈ ടാങ്ക് എങ്ങനെയാണ് ഊരുന്നതെന്നും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ഈ ഗ്രില്ല് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് ഊരാനായിട്ട് സാധിക്കും. ഇതിനുള്ളിൽ ഒരു ഫിൽറ്റർ ആണ്. നമ്മൾ ഇത് ഉപയോഗിച്ച് കുറെ കഴിയുന്നുണ്ടെ ഒത്തിരി ഡസ്റ്റ് ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഊരിയെടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും നമുക്ക് ഇതിനുള്ളിൽ വെക്കാനായിട്ട് പറ്റും. ഇനി ഈ മെയിൻ യൂണിറ്റിനോടൊപ്പം എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് മെയിൻ ഹോസ്. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഹോസ് ആണിത്. ഈ ഹോസ് മെയിൻ യൂണിറ്റിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഹോളിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ഹോസിൽ തന്നെ ഒരറ്റത്തായിട്ട് ലോക്കുകൾ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും. ഈ ഹോളിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഹോസിന്റെ മറ്റേ അറ്റത്ത് കണക്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ പൈപ്പ് ആണിത്. ഈ പൈപ്പിന്റെ നീളം നമുക്ക് ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഈ ഹോസിലേക്ക് പൈപ്പോടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ലെങ്ത് ആണ്. അതായത് വാക്വം ക്ലീനർ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ദൂരേക്കൊക്കെ മാറി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബിന്റെ അറ്റത്താണ് നമ്മൾ ബ്രഷുകൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഫ്ലോർ ബ്രഷ്. കുറച്ച് വലിപ്പമുള്ള ബ്രഷാണ്. ഈ ബ്രഷിന്റെ അറ്റത്തായിട്ട് ഇതേപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പല്ലുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഹൈഡ് ചെയ്യാനും പുറത്തേക്ക് വരുത്താനുമായിട്ടുള്ള ഒരു ബട്ടണും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫ്ലോർ ബ്രഷിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഏത് ആംഗിളിലേക്കും നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനും കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ അഴുക്കും പൊടിയൊക്കെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് ഇതിനെ വലിച്ചകത്താക്കുന്നത്. ഫ്ലോറിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാർപ്പറ്റിലൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാർപ്പറ്റിൽ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റിനുള്ളിലേക്ക് പോയിരിക്കുന്ന ചെറിയ ചെറിയ പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ നോക്കി എന്ന് പറഞ്ഞാലും വെളിയിലേക്ക് വരത്തില്ല. പക്ഷെങ്കിൽ ഈ വാക്വം ക്ലീനർ വെച്ച് 2 പിടി പിടിച്ചു കഴിഞ്ഞാൽ ആ പൊടി മൊത്തം അങ്ങി പോരും. അടുത്തത് മൾട്ടി പർപ്പസ് ബ്രഷ് ആണ്. ഇതൊരു ചെറിയ ബ്രഷ് ആണ്. അതിന്റെ പേര് പോലെ തന്നെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കർട്ടൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, വോള് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. അതിനോടൊപ്പം ഇതേപോലെ ഒരു ചെറിയ ട്യൂബ് കിട്ടുന്നുണ്ട്. ക്രെവീസ് നോസിലാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കൈ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാക്വം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് സോഫയുടെയൊക്കെ ഇടഭാഗവും നമ്മൾ എത്ര നോക്കി എന്ന് പറഞ്ഞാലും അതിന്റെ ഇടയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ കാറിന്റെ സീറ്റിന്റെ ഇടഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ, വിൻഡോസിന്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ, ഡോറിന്റെ സൈഡ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ക്രെവീസ് നോസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഡസ്റ്റ്ബിൻ എങ്ങനെ ഊരിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഹാൻഡിൽ പോലുള്ള ഭാഗം നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പിടിച്ച് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ ഊരിങ്ങി പോരും. കണ്ടെയ്നറിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ഫിൽറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഈ ഫിൽറ്റർ
ഫിൽറ്റർ ഊരി എടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ഫിൽറ്ററിനുള്ളിലെല്ലാം പൊടി കയറി അടയും. അപ്പം ഫിൽറ്റർ നമുക്ക് ഊരാനായിട്ട് ജസ്റ്റ് അതിലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഫിൽറ്റർ ഊരി പോരും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഫിൽറ്റർ കേടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡസ്റ്റ് കയറി മൊത്തത്തിൽ അഴുകായി പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടും വരും. ഈ ടാങ്കിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് ഊരാനായിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ലോക്ക് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് ഊരിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് അഴുക്കുകളും പൊടിയൊക്കെ കളയാനും അത് ക്ലീൻ ചെയ്ത് വീണ്ടും നമുക്ക് മെഷീനിൽ അറ്റാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഈ കുഞ്ഞൻ വാക്വം ക്ലീനറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സംഭവം ചെറുതാണെങ്കിലും ആള് ഭയങ്കര പവർഫുൾ ആണ്. 1400 വാട്ട്സിന്റെ 24 kPa സെക്ഷൻ പവർ ആണ് ഇതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സെക്ഷൻ പവർ ഇതിനുണ്ട്. അതേപോലെ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും വളരെ ഈസിയാണ്. ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. വെയിറ്റ് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല. 3 കിലോ 200 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ്. പക്ഷേ ഈ വീലൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വലിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഡാമേജ് ഒന്നും ആകത്തില്ല. ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ ഈസിയാണ്. പിന്നെ സ്റ്റോർ ചെയ്യാനും അധികം സ്ഥലമൊന്നും പോകത്തില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു വയർഡ് വാക്വം ക്ലീനർ പരിചയപ്പെട്ടിരുന്നു. അതും ഇതുപോലെ നല്ല സെറ്റപ്പ് സാധനമാണ്. പക്ഷേ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ചധികം സ്ഥലം പോകും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ കേബിളൊക്കെ ഇതിനകത്ത് തന്നെ ചുറ്റി വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അലൂലിക്കായിട്ട് വീട്ടിൽ കിടക്കത്തില്ല. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരുന്നാൽ അവിടെ ഇരുന്നോളൂ, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് സമാനം നല്ല ക്വാളിറ്റി നല്ല സെക്ഷൻ പവർ ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. 4999 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഏകദേശം 5000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു വാക്വം ക്ലീനർ വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഡ്രൈ വാക്വം ക്ലീനർ ആണ്. വെള്ളത്തിലൊന്നും കൊണ്ടുപോയിട്ട് വാക്വം ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു വാക്വം ക്ലീനർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് ആമസോണിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.